ക്ഷമയുള്ള മാന്യ പ്രേക്ഷകർക്ക് അശ്വമേധം പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് പ്രകൃതിക്ക് വികൃതിയില്ല, കാരണം ഇന്നലെയുള്ള ദിവസങ്ങളിൽ വളരെ തകൃതിയായി മഴ പെയ്തു കഴിഞ്ഞു. ഇത് ഞാനെടുത്ത വ്രതമായിരിക്കാം, നിങ്ങൾ ചെയ്ത മുജ്ജന്മ സുഹൃതമായിരിക്കാം. എന്തായാലും ആകാശം പൊതുവേ രോമാവൃതമാണ്. നമുക്ക് പ്രയാണം തുടങ്ങാം. ഇക്കുറി എന്നെ പരാജയപ്പെടുത്താൻ, പരാജയത്തിന് നീര് കൊടുക്കാൻ വിശ്വവിഖ്യാതന്മാരല്ലെങ്കിൽ പോലും ഖ്യാതി നേടി എൻ്റെ സുഹൃത്തുക്കൾ കെട്ടിയോളും കുട്ടിയോളും അടക്കം കുടുംബമടക്കം എത്തിയിരിക്കുകയാണ്. ആരായിരിക്കും എന്നോട് ഏറ്റുമുട്ടാൻ പോകുന്ന നീരാളി? ആ നീരാളി എത്തുന്നതിന് മുമ്പ് ഞാൻ കേരളത്തെക്കുറിച്ച് പറയട്ടെ. കളങ്ങളും മുഴുവൻ അരുവികളും കുളങ്ങളും പാടശേഖരങ്ങളും വയലോലകളും താളിയോലകളും ഒട്ടക്കുന്നുകളും ഇടനാടികളും ഇടവടികളുമുള്ള സമ്പൽ സമൃദ്ധമായ വിഭവ സമൃദ്ധമായ നമ്മുടെ കൊച്ചുനാട്. പരശുരാമൻ മഴുവറിഞ്ഞൊപ്പിച്ച വീട്. ദേശാടന കിളികളെ പോലെ പറന്നു നടക്കുന്ന നമുക്ക് ദൈവം തീർത്ത സ്വപ്നക്കൂട്. ഈ സ്വപ്നക്കൂടിന് ദൈവം ഒരു പേരിട്ടു, ദൈവത്തിന്റെ സ്വന്തം നാട്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം. നിരവധി സമ്മാനങ്ങളുണ്ട്. സമ്മാനമഴയുണ്ട്, സമ്മാനത്തോണിയുണ്ട്, മെഗാ സമ്മാനമഴയുണ്ട്. സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്കുമുണ്ട്. ഒരു സമ്മാനം സ്വന്തമാക്കാൻ ഒരു അവസരം ഞാൻ സൃഷ്ടിക്കുകയാണ്. സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കയറ്റിവിടാൻ വേണ്ടി ഒരു എൻട്രി ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. സ്ത്രീകൾക്കത് മുന്നിലാണ്, ആണുങ്ങൾക്കത് പുറകിലാണ്. എന്താണത്? പ്രൈവറ്റ് ബസ്സിലെ സീറ്റ്. പ്രൈവറ്റ് ബസ്സിലെ സീറ്റ്. താങ്കൾക്ക് മത്സരിക്കാം അശ്വമേധത്തിലേക്ക്. അറിവിന്റെ നിറകുടമല്ലെങ്കിലും മൺകുടമല്ലാത്തൊരു ദൈവം എനിക്ക് തന്നിരിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. ദൂരെ നിന്നപ്പോ നല്ല പേഴ്സണാലിറ്റി. താങ്ക് യു. അടുത്ത് വന്നപ്പോ വെറും മുനിസിപ്പാലിറ്റി. ചേട്ടൻ നല്ല സെൻസാ. താങ്ക് യു. നോൺ സെൻസ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിയ സ്ഥിതിക്ക് നമുക്ക് ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം. ആ കാര്യങ്ങളിലേക്ക് കടക്കാൻ വരട്ടെ. സാറ് വലിയ ബുദ്ധിമാനാണല്ലോ. അതെ. ഇപ്പൊ ഒരേ സമയം 2, 3, 4, 5 പേരും ഒക്കെ ആയിട്ടാ മത്സരം നടത്തുന്നതെന്ന് കേട്ടു. അതെ. അപ്പൊ ഒരു പുറത്തൊരാൾ നിപ്പുണ്ട്, എന്തായാലും ഒരു ക്ലൂ കൊടുത്ത അയാളും കൂടെ കയറി വരും. അപ്പൊ ഒരാളെ പുറത്തു നിർത്തിയിട്ടാണ് ഈ ബഹുമാന്യ സുഹൃത്തകത്തേക്ക് കടത്തി വന്നിരിക്കുന്നത്. അതെ. സമ്മാനം കിട്ടുകയാണെങ്കിൽ ആക്രാന്തമായിട്ട് ഒറ്റയ്ക്ക് തിന്നാം എന്നുള്ളൊരു ആക്രാന്ത മനോഭാവം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്നില്ല. ഏതായാലും അദ്ദേഹത്തെ കൂടെ കയറ്റിവിടാം. അദ്ദേഹത്തെ കയറ്റിവിടാൻ വേണ്ടിയുള്ള എന്റെ രണ്ടാമത്തെ എൻട്രി ക്വസ്റ്റ്യൻ. പെണ്ണിന് 2 ഉണ്ട്, ആണിന് 1 ഉള്ളൂ. ഈ പുള്ളിയുടെ പെണ്ണെന്ന് പറയുമ്പോൾ 2 ഉണ്ട്, ആണിന് 1 ഉള്ളൂ. എന്താണത്? പെണ്ണെന്ന് പറയുമ്പോൾ 2 ആണെന്ന് പറയുമ്പോൾ 1. താങ്കൾക്ക് മത്സരിക്കാം അശ്വമേധത്തിലേക്ക്. അദ്ദേഹവും ഇതാ കടന്നു വരികയാണ്. ഇത് അറിവിന്റെ നിറകുടമല്ല, ഒരു അലൂമിനിയ കുടമാണ്. ഏതായാലും 2 കൂട്ടുകാരൻ, 2 നാട്ടുകാരൻ, 2 സുഹൃത്തുക്കളെയാണ് ദൈവം എനിക്ക്. സുഹൃത്തുക്കളല്ല, പിന്നെ ഞങ്ങൾ അച്ഛനും മകനുമാ. അച്ഛനും മകനുമാണ് ഈ കടന്നു വന്നിരിക്കുന്നത്. അറിവിന്റെ നിറകുടങ്ങൾ, അറിവില്ല പൈതങ്ങൾ. അച്ഛനാണല്ലേ? മകനാണ്. മോനാണല്ലേ? അച്ഛനാണ്. അച്ഛനും മോനും തമ്മിലുള്ള ബന്ധം? എന്റെ ഭാര്യയുടെ മോനാണ് ഇവൻ. എന്റെ അമ്മയുടെ ഭർത്താവ്. അപ്പൊ അമ്മ ഇതിന്റെ ഇടയിലുള്ളതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. അമ്മയില്ലായിരുന്നെങ്കിൽ അബദ്ധമായിട്ട് പോയേനെ. ചിലപ്പോ സ്ത്രീ എന്ന് പറയുമ്പോൾ സുന്ദരിയാണ്, സുശീലയാണ്, എസ് ജാനകിയാണ്, ദലീമയാണ്. മേക്കപ്പ് ഇല്ലെങ്കിൽ വല്യമ്മയാണ്. വല്യമ്മയായ സ്ഥിതിക്ക് വല്യപ്പനാണ്. അയ്യേ, ഈ ഒരു മോൻ മാത്രമേ ഉള്ളൂ? അല്ല, മോളുണ്ട്. മോളെന്ത് ചെയ്യുന്നു? പഠിക്കല. IAS IPS എഞ്ചിനീയറിംഗ് കിട്ടാനുള്ള പഠിക്കലാണോ? അങ്ങനെയുള്ള പഠിക്കലൊന്നും അല്ല. പിന്നെ 24 മണിക്കൂറും വീടിന്റെ പഠിക്കല. പെൺകുട്ടികളെ ഒരിക്കലും വീടിന്റെ പഠിക്കൽ നിർത്തരുത്. നിപ്പ് എന്താ കുഴപ്പം? നിർത്തിയാല് വഴിതെറ്റാൻ സാധ്യത കൂടുതലാണ്. നിപ്പ് ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ടാണ് അവളുടെ കല്യാണം നിശ്ചയിച്ചത്. എന്നാണ് കല്യാണം? 26-ാം തീയതി. ആരാണ് വരൻ? ആര് വരാൻ? വിളിക്കുന്നവരൊക്കെ വരും. അത് മാത്രമല്ല, അന്ന് ലോൺ വെജിറ്റേറിയൻ ഫുഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്ന് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ലോൺ വെജിറ്റേറിയൻ എന്ന് കേൾക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് നോൺ വെജിറ്റേറിയൻ കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ലോൺ എടുത്ത് വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കും. അതാണ് ലോൺ വെജിറ്റേറിയൻ. മോൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ഹോബി എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, എനിക്ക് കഷ്ടപ്പെടാം, എനിക്ക് മടിയാ. അച്ഛന്റെ കൂടെ വന്നു പോയതാണല്ലേ? സാറേ, വല്ലതും ചോദിക്കാനുണ്ട് എന്നോട് ചോദിക്കും. ഇവനോട് എന്ത് ചോദിച്ചാലും എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, മടിയാന്നല്ലാതെ വേറൊന്നും ഇവൻ പറയത്തില്ല. ഏതായാലും 1 ഉള്ളൂ. 1 അല്ല, ഒരു മോള് ഞാൻ പറഞ്ഞല്ലോ ഉണ്ട്. അപ്പൊ ഏതായാലും ഇതിലും ഭേദം വാഴയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. താങ്കൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ, വർക്കുണ്ടോ? ഞാൻ റബ്ബർ വികസന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥനാണ്. റബ്ബർ വികസനം എന്ന് പറയുമ്പോൾ റബ്ബർ കയറ്റുമതി, റബ്ബർ ഇറക്കുമതി, റബ്ബർ പാല്, റബ്ബർ ഷീറ്റ്, കോടികളുള്ള കോടികൾ ആസ്തിയുള്ള ഒരു അച്ചായനുമായിട്ടാണ് ഞാൻ. ചെറിയ സെറ്റപ്പാ സാറേ. റബ്ബർ വികസനം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള റബ്ബർ വികസനം അല്ല. ഞങ്ങൾ ഇതുപോലെ ഈ കാർണിവലൊക്കെ നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് റബ്ബർ ഊതി വികസിപ്പിക്കും, നൂലിട്ട് ഇട്ടും കൊടുക്കും, 2 രൂപ മേടിക്കും. പിന്നെ റബ്ബർ ഊതി വികസിപ്പിക്കും, നൂലിട്ട് ഇട്ടും കൊടുക്കും, 2 രൂപ മേടിക്കും. ഇതാണത്. ഇതിനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കൊച്ചിയിൽ പറയാറ് ബലൂൺ വിൽപ്പന എന്നാണ് പറയാറ്. ഞങ്ങളുടെ നാട്ടിൽ ബലൂൺ കച്ചവടം എന്നാ പറയാറ്. മോൻ അങ്ങനെ എന്തെങ്കിലും കച്ചവടം ഉണ്ടോ? എനിക്ക് കഷ്ടപ്പെടാം, എനിക്ക് മടിയാ. 1 ഉള്ളൂ. അതെ, ഒരു 5 മിനിറ്റ് ഞാൻ ആലോചിച്ചാൽ മതിയായിരുന്നു. സാരമല്ല, ഇരിക്കട്ടെ. ഒരെണ്ണം എപ്പോഴും നല്ലതാണ്. അതെ, പറ്റിപ്പോയി. താങ്കൾക്ക് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കലയുമായിട്ട് ബന്ധമുണ്ടോ? പിന്നെ കലയുമായിട്ട് എങ്ങനെയുള്ള ബന്ധമാണ്? കലയുമായിട്ട് സ്നേഹബന്ധമായിരുന്നു, പിന്നെ രക്തബന്ധമായി. ബന്ധമല്ല ഞാൻ ചോദിച്ചത്. അത് അങ്ങനെയല്ല പറഞ്ഞത്. കല എന്ന് പറഞ്ഞൊരു പെണ്ണുമായിട്ട് ഞാൻ പ്രേമമായിരുന്നു. ഞാൻ വിളിച്ചാൽ ഇറങ്ങി വരുമെന്ന് ചോദിച്ചു. വിളിച്ചു. ഇറങ്ങി വന്നു. അവളല്ല, അവളുടെ ആങ്ങളമാര് തല്ലി രക്തം ചൊരിച്ചു, രക്തബന്ധമായി. പാണ്ഡവരും കൗരവരും തമ്മിൽ നടന്ന യുദ്ധം. അതെ. ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു? പാണ്ഡവര് കൗരവരുടെ പണ്ടം കുത്തി കീറി. വൈരാഗ്യം കൊണ്ടാണോ? അല്ല, ചെറിയൊരു പേനാക്കത്തി കൊണ്ടാ. താങ്കൾക്ക് ഇപ്പോഴും അവരോട് വൈരാഗ്യമുണ്ടോ? ഒരു വൈരാഗ്യമില്ല. അതെന്താ? അവർക്ക് എന്നെക്കാൾ ആരോഗ്യമുണ്ട്. വെറുതെ അടിമേടിക്കണ എന്തിനാ? എന്തെങ്കിലും സംശയങ്ങൾ മനസ്സിൽ? അയ്യോ, എനിക്ക് ഒരുപാട് സംശയമുണ്ട് സാറേ, ഒരുപാട് സംശയമുണ്ട് സാറേ. ഇതിന് മുമ്പ് കുറെ പാട്ടൊക്കെ ഇവിടെ പാടിയല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഈ പാട്ട് പാടുമ്പോ ശരിക്കും സംഗീതം ഉള്ളിൽ നിന്നാണോ വരുന്നത്? സംഗീതം ഉള്ളിൽ നിന്നാണോ വരുന്നതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. സംഗീതം ഉള്ളിൽ നിന്ന് മാത്രമല്ല, സവാളയിൽ നിന്നും വരും.
അത് സബോളയെന്നാണോ? ഇത് ഉരുളക്കിഴങ്ങിന്ന് വന്നതാണ്. ഗ്യാസ് ഇറങ്ങി പോയതാ അല്ലേ? അതെ. അതുപോലെ വേറെ സംശയം ചോദിച്ചോട്ടെ സാറേ, ഈ ലോകത്തുള്ള എല്ലാ ആനകൾക്കും എപ്പോഴും, സാറ് പേരിന്റെ ആളായതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ലോകത്തുള്ള എല്ലാ ആനകൾക്കും എപ്പോഴും ഹിന്ദുക്കളുടെ പേരാണല്ലോ? പാമ്പാടി ചന്ദ്രൻ, തൃപ്പങ്ങോട്ട് കൃഷ്ണൻ, ഗുരുവായൂർ പത്മനാഭൻ, ഗുരുവായൂർ കേശവൻ. എന്തുകൊണ്ടാണ് സാറേ ആനയ്ക്ക് ക്രിസ്ത്യാനിയുടെ പേരിടാത്തത്? ആനകൾക്ക് വേണമെങ്കിൽ, ആനകൾ ഒരിക്കലും ഹിന്ദുവായിട്ട് ജീവിക്കുന്നില്ല, ഹിന്ദുവായിട്ട് ജനിക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഗുരുവായൂർ പീറ്റർ എന്നോ ഗുരുവായൂർ തോമസ് എന്നൊക്കെ ഇടാം. എന്താ ഇടാത്തെ? ഏത് പാത്രത്തിൽ കൊണ്ട് നമ്മൾ മാമോദിസം മുക്കും. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളുടെ പേരിടാവല്ലോ. മുസ്ലിങ്ങളുടെ പേര് വേണമെങ്കിൽ ഇടാം. ഗുരുവായൂർ മുസ്തഫ എന്നോ ഗുരുവായൂർ കബീർ എന്നൊക്കെ ഇടാം. എന്താ ഇടാത്തെ? കൊണ്ടുപോകോ? എങ്ങോട്ട്? അവിടെ. അതാണ് ഞാൻ പറയുന്നത്. അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും ഉചിതം. സാറേ, സാർ ഓർമ്മശക്തിയുടെ ആളാണല്ലോ. അതെ. സാർ കല്യാണം കഴിച്ചതല്ലേ? അതെ. ഭാര്യ വീട്ടിലുണ്ട്? വീട്ടിലുണ്ട്. ഉണ്ടോ? ദൈവത്തിനറിയാം. അതെ, ഞാൻ പറഞ്ഞത്, സാറ് പെണ്ണ് കാണാൻ ചെന്നപ്പോ അന്ന് സാറിന്റെ ഭാര്യ കൊടുത്ത സാരിയുടെ കളർ എന്താന്ന് ഇന്ന് ഓർമ്മയുണ്ടോ? 1942 ലവ് സ്റ്റോറി. സാറ് പെണ്ണ് കാണാൻ ചെന്നപ്പോ അന്ന് കൊടുത്ത സാരിയുടെ കളർ ഇന്ന് ഓർമ്മയുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. 25 വർഷം മുമ്പ് നടന്നൊരു കഥയാണ് ഞാൻ ചോദിച്ചു വരുന്നത്. അനിയ, ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ട്രെയിനിൽ തലവെച്ച് മരിക്കാൻ പോകുന്നവൻ വരുന്നത് നേത്രാവതിയാണോ, കുർളയാണോ, നമ്പർ 2 മദ്രാസ് മെയിലാണോ എന്ന് നോക്കാറില്ല, തലവെച്ച് കൊടുക്കാറാണ് പതിവ്. അപ്പൊ പിന്നെ അനുഭവിക്കാനേ പറ്റത്തുള്ളൂ. താങ്കൾ പാടാറുണ്ടോ? ഞാനോ? പിന്നെ ഞാൻ അങ്ങനെ ചെറുതായിട്ടൊക്കെ പാടും. താങ്കൾ പാട്ട് പാടുമ്പോൾ വീട്ടിൽ എല്ലാവരും ഏറ്റുപാടാറുണ്ടോ? ഏറ്റുപാടാറില്ല, ഏറ്റു പോകാറുണ്ട്. മകൻ അങ്ങനെ പാടാറുണ്ടോ? എനിക്ക് കഷ്ടപ്പെടാം, എനിക്ക് മടിയാ. ഞാൻ അറിയാതെ ചോദിച്ചു. സാറേ, ജനിച്ചതല്ല, ജനിച്ചു പോയതാ. എന്തായാലും ഒന്നല്ലേ ഉള്ളൂ. അതെ, പോത്തായിരുന്നേ ക്രിസ്മസിന് വെട്ടായിരുന്നു. മനുഷ്യനായി പോയി. ക്രിസ്മസിന് പോലും പറ്റില്ല. പിന്നെ സിനിമയൊക്കെ കാണുന്ന ആളാണ്. കലാശാസ്ത്രം, സാമൂഹ്യം, സാംസ്കാരികപരമായിട്ട് ബന്ധമുണ്ടെന്നറിയാൻ പറഞ്ഞ എൻട്രി ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുക. സാർ ആരുടെയെങ്കിലും മിമിക്രിയുടെ ഒരു കഷ്ണം കാണിച്ചാൽ മതി, അത് ആരാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. യവൻ പുലിയാണ് കേട്ടാ. മമ്മൂട്ടി, മോഹൻലാൽ. നിനക്കൊടുക്കത്തെ ഗ്ലാമർ ആളോടൊപ്പം ലാല് പേഴ്സണൽ ആയിട്ട് പറയാ. ലാലു അലക്സ്, തിലകൻ, അല്ലോ മിസ്റ്റർ വാമനൻ. മുടി മുന്നിലേക്ക് ഇട്ടാൽ അന്യൻ, പിന്നിലേക്ക് ഇട്ടാൽ പന്ന്യൻ, മുന്നിലേക്കും പിന്നിലേക്കും ഇട്ടില്ലെങ്കിൽ ശൂന്യൻ. ഒരു ശീൽക്കാര ശബ്ദം ഞാൻ പുറപ്പെടുപ്പിക്കാം. ആരുടെ ശബ്ദം? ഷക്കീല. മടിയനാണെങ്കിലും മകൻ അറിയാം ഷക്കീലയുടെ ശബ്ദം. ഷക്കീലയെ കുറിച്ച് വേറെ എന്തൊക്കെ അറിയാം? ഷക്കീല, രേഷ്മ, സിന്ധു, മറിയ, ഇവരെയൊക്കെ എനിക്കറിയാം. ഒന്ന് വിട്ടുപോയി, സജിനി. അപ്പ ഇത് നമ്മുടെ ആളാ. നമ്മുടെ ആളല്ല, നിങ്ങളുടെ ആള്. വില കളയാതെ ചെറുക്കാട് ക്യാമറയൊക്കെ വെച്ച് പിടിച്ചോണ്ടിരിക്കുക. ഏതായാലും അച്ഛനും മകനും ജയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി രണ്ടുപേർക്കും ഈ മത്സരത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. വീണ്ടും നമ്മൾ ചോദ്യത്തിലേക്ക് കടന്നു വരികയാണ്. അതെ. എവിടെയാണ് താങ്കളുടെ സ്വദേശം? കോഴിക്കോട്. ഓട്ട മത്സരത്തിലോട് കിട്ടിയ ഓട്ടക്കാരി പി ടി ഉഷയുടെ നാടാണ് കോഴിക്കോട്. അതെ. കോടങ്ങിക്കോട്, കോഴിക്കോട്, കാടങ്ങിക്കാട്, പാലക്കാട്, നാടങ്ങിനാട്, വയനാട്, പുരമെങ്കിൽപുരം, തിരുവനന്തപുരം, പൂരമെങ്കിൽപുരം, തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണണം. ഫൈനാൻസ് ഹാളിൽ ടിക്കറ്റ് വെച്ച് വെടിക്കെട്ട് നടത്തുമ്പോൾ ഫ്രണ്ടിൽ കാലും കയറ്റിയിരുന്ന് കാണണം. അതെന്തിനാ? ഭാര്യയ്ക്ക് വിധവാ പെൻഷൻ പൂരിപ്പിക്കാം. അതിന് എനിക്ക് ഭാര്യ ഇല്ലല്ലോ. അപ്പൊ ഈ നിൽക്കുന്ന പ്രൊഡക്റ്റ്? ഞാൻ പണ്ട് ഭയങ്കര അധ്വാനിയായിരുന്നു സാറേ. സിനിമ കാണാറുണ്ടോ? കാണാറുണ്ട്. ആരെയാണ് കൂടുതൽ ഇഷ്ടം? മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം, ദിലീപ്, ജയസൂര്യ, സുരേഷ് ഗോപി? മോഹനൻ. ആരെ? മറ്റേ ഇങ്ങനെ തോളുള്ള മോഹനൻ. മോഹൻലാൽ അഭിനയ ജീവിതത്തിന്റെ 25 വർഷങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മലയാള സിനിമയിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് ആ തന്മാത്ര. അതെ. ഒരിക്കൽ ഈ വേദിയിൽ അദ്ദേഹത്തിന്റെ കസേരയിൽ അദ്ദേഹം ഇരുന്ന് എന്നോട് ചോദിച്ചു, എന്റെ ഏതൊക്കെ സിനിമകൾ കണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിൽ ഒറ്റ ഉത്തരമേ ഞാൻ പറഞ്ഞുള്ളൂ. തിരുനോട്ടം, പാലേട്ടം, കളിപ്പാട്ടം, താണ്ഡവം, കാളിയമർദ്ദനം, ഭരതം, ബ്രഹ്മചാരി, മൂന്നാം വടത്തിപ്പുഴി, അടിപടി അടിപറ്റി അടിപൊടി കതിരാത്രം, അങ്ങാടിക്കപ്പുറത്ത് എന്റെ കഥ ഇവിടത്തേക്ക് നോട്ടം വളരെ പുച്ചക്കൊരു മുക്കുത്തി ഉള്ളടക്കം തളവട്ടം പട ഒട്ടം നാടോടി മിന്നാമിരിക്കാമി വിശ്ലോകം പാദമുദ്രപക്ഷം മുന്നേറ്റ സമുദ്രം വിളിക്കുന്ന പൂമുക്കപ്പടി നിന്നെ കാത്തുണ്ടങ്ങാടിക്കപ്പുറത്ത് പണി നോക്ക ദൂരത്ത് കടന്നിട്ട് മടവിയെന്ന് മുതലം കൊണ്ടുന്നു കരിയില കാറ്റി വലത് വന്നുമികൾ തെന്മായി മുമ്പത്ത് കൂടുന്നേടി ഇവിടെ എല്ലാവർക്കും സുമോണപ്പ് സുമദേവി അമൃതകമായ ആട്ടകലാശം ജെപ്പിയിൽ കുരം ടി പി ബാലഗോപാലമ്മേ ഗുരു ഉസ്താദി സൈനസ് അബ്ദുല്ലാരിയരും വെള്ള ഹാപ്പിയാണ്. ഉണ്ണി വിവരങ്ങളിൽ ഞാൻ പറഞ്ഞാട്ടിൽ വെള്ളാനങ്ങൾ നാട്ടിൽ മുളമൂട്ടിലരിമ ഉണ്ണികൾ കഥ പറയാൻ ബട്ടർഫ്ലൈസ് ദേവദൂതൻ ദേവാസുരം കഴിഞ്ഞ് മലയാള സിനിമയിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് ആ ഉദയനാട് താരം, ആ രസതന്ത്രത്തിന്റെ ഭാഷ പഠിച്ച ബ്രഹ്മചാരി. താങ്കൾ അവസാനമായി കണ്ട മോഹൻലാലിന്റെ ചിത്രം ഏതാണ്? രാജമാണിക്യം. ദിലീപ് നല്ല അസലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി നന്നായിരുന്നു. സുരേഷ് ഗോപി ഹിന്ദി നടനല്ലേ? നമ്മൾ തെലുങ്ക് പടത്തിനെ പറ്റിയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പണിയെടുത്തത് വെറുതെ ആയി പോയി. എല്ലാവർക്കും അസുഖങ്ങളുണ്ട്, ചില അസുഖങ്ങൾക്ക് മരുന്നില്ല. അപ്പൊ പിന്നെ സാർ എന്ത് ചെയ്യും? മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി രണ്ടുപേർക്കും ഊഷ്മളമായ വരവേൽപ്പ് ഞാൻ നൽകുകയാണ്. ഇനി നമുക്ക് ചോദ്യങ്ങളിൽ കിടക്കാം. അയ്യോ, അപ്പൊ ഇത്രേ നേരം തുടങ്ങിയില്ലായിരുന്നോ? കടക്കാൻ പോകുകയായിരുന്നു. അയ്യോ. മനസ്സിൽ വിചാരിച്ച വ്യക്തി ഭാരതീയൻ അല്ല. ഇന്ത്യൻ? യെസ്. ഫീമെയിൽ? നോ. ഇസ്മയിൽ? നോ. നമ്പർ 2 മദ്രാസ് മെയിൽ? നോ നോ നോ. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഉണ്ട്? ഇല്ല. ഇല്ല. ഉണ്ടില്ല. ശക്തിമാനെ പോലെ ശക്തിയുള്ള ഒരാളാണ്. പഴയ പോലെ അല്ലെങ്കിലും ഉണ്ട്. സൂപ്പർമാനെ പോലെ പാന്റ് ഇട്ടതിന് ശേഷം ജെട്ടി ഇടാറുണ്ട്. പുള്ളി ജെട്ടി ഒന്നും കണ്ടിട്ട് പോലുമില്ല. പോകുന്നു.
അണ്ടകടാകത്തിൽ ആണ്ടുപോയെങ്കിലും നാഴികമണിയുടെ പെൻഡിലുമെങ്കിലും കുണ്ടു തമ്മിലൂടെ തൻ മണ്ടയിലെന്ന് പാടിയ നെഞ്ചത്ത് കുഞ്ചനമ്പിയാരെ പോലത്തേക്കും ശാസ്ത്രജ്ഞനാണോ കലാകാരനാണോ? അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം എന്നാ? വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, സമയം കളയണ്ടേ? നിനക്കൊല്ലം ചോദിക്കാനുണ്ടോ? മോന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ. വെറുതെ ചോദിച്ചതാ. ചരിത്ര താളുകളിൽ തങ്കലിപ്പികളാൽ എഴുതപ്പെട്ട ഒരുപാട് നാമങ്ങൾ പല മത്സരാർത്ഥിയുടെ മുമ്പിൽ ഞാൻ നിരത്തി നിവർത്തി വെച്ചിട്ടുണ്ട്. അതിലൊരു നാമം ഒരിക്കൽ കൂടി ഉരുവിടുകയാണ്, ഡോക്ടർ BR അംബേദ്കർ. 50 ഏക്കറില്ല, ചാലക്കുടിയിൽ ഒരു 4 സെന്റ് സ്ഥലമുണ്ട്. യൂറോപ്പ് ഭൂഖണ്ഡവുമായിട്ട് ബന്ധമുണ്ടോ? കണ്ടമില്ല, റബ്ബർ വെച്ചിരിക്കുക. ഏഷ്യക്കാരൻ? ദേശക്കാരനൊന്നുമല്ല, ശാന്ത സ്വഭാവം, എപ്പോൾ കണ്ടാലും എൻ്റെ അപ്പനെ വിളിക്കും. മധ്യ തിരുവിതാംകൂറുകാരനാണോ? മനസ്സിലായില്ല. മദ്യം കഴിക്കുന്ന ആളാണോ? ഞാൻ ചെറുതൊക്കെ കഴിക്കുന്ന ആളാ. സീസർ അടിക്കുമോ, സേർ അടിക്കുമോ, പിയർ അടിക്കുമോ, ബോറടിക്കുമ്പോൾ ബാറി കയറി ബിയർ അടിക്കും. താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ? ഒരു ചെറുത് കഴിച്ചിട്ടുണ്ട്. എന്താ അടിച്ചത്? സീസറ. ഒന്ന് ഊതിക്കേ. OPR. എന്തിനു നുണ പറയുന്നു? ഈ ഷോ എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പിരിവിട്ടടിക്കാം. എ ക്വാർട്ടർ ബ്രേക്ക്. എന്റെ ഒരു കയ്യിൽ അറിവും മറ്റേ കയ്യിൽ 1 ലക്ഷം രൂപയും വെച്ച് തന്നാൽ ബഹുമാന്യനായി ഈ അച്ഛൻ എന്ത് സ്വീകരിക്കും? എങ്ങനെ? എന്റെ ഒരു കയ്യിൽ അറിവും മറ്റേ കയ്യിൽ 1 ലക്ഷം രൂപയും വെച്ച് തന്നാൽ താങ്കൾ ഏത് സ്വീകരിക്കും? ഞാൻ 1 ലക്ഷം രൂപ എടുക്കും. മണ്ടൻ. ഞാനായിരുന്നെങ്കിൽ അറിവേ സ്വീകരിക്കുമായിരുന്നു. അതങ്ങനെയാ, എനിക്കില്ലാത്തത് ഞാൻ എടുക്കും, സാറിനില്ലാത്തത് സാറെടുക്കും. അങ്ങനെയല്ലേ പറ്റുള്ളൂ. താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി പിടികിട്ടാപ്പുള്ളി, ഗതികിട്ടാപ്പുള്ളി, നോട്ടപ്പുള്ളി, അങ്ങനെ ഏതെങ്കിലും ഒരു പുള്ളിയാണ്? ആളൊരു പുള്ളിയാണ്. കുടുംബത്തെ കയറ്റാൻ പറ്റാത്തവനാണോ? അതെ. പോലീസുമായിട്ട് പിടിപാടുണ്ടോ? മനസ്സിലായില്ല. പോലീസ് പിടിച്ച പാട് മുതുകത്തോ കവളത്തോ എവിടെയെങ്കിലും ഉണ്ടോ? കയ്യിലിരിപ്പ് അതാ കാണും. മോനോട് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. അതല്ല ഞാൻ ചോദിച്ചത്, വേറൊരു കാര്യം. ഒന്നും ചോദിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ അതെ. 21 ചോദ്യങ്ങൾ തീരുകയാണ്, ഇനി ഒരേ ഒരു ഉത്തരം മാത്രം. ബഹുമാന്യനായി അച്ഛനോട് ഞാൻ ചോദിക്കുന്നു, ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ തോറ്റു കൊടുക്കുകയാണ്. താങ്കൾ മനസ്സിൽ വിചാരിച്ച വൃത്തികെട്ട മനുഷ്യനാരാണ്? എൻ്റെ അച്ഛൻ. താങ്കൾ അച്ഛൻ അത്രക്ക് പ്രശസ്തനാണ്? എനിക്കറിയത്തില്ല. താങ്കൾ അച്ഛനാരാണെന്ന് താങ്കൾക്കറിയില്ല? അയ്യോ, എൻ്റെ അച്ഛൻ ആരാധന എനിക്കറിയത്തില്ല, എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ല, എൻ്റെ അമ്മമാർക്ക് ആർക്കും അറിയത്തില്ല. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ നല്ലി ചേച്ചി പറഞ്ഞത്, മോനെ ഭൂലോക വിശേഷം മുഴുവൻ അറിയാവുന്ന ഒരു ചേട്ടൻ ചാനലിൽ പോയിട്ടുണ്ട്, നീ അവിടെ ചെന്ന് പുള്ളിയുടെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ക്ലൂ കൊടുത്ത് അശ്വമേധം കളിച്ചു നോക്ക്, ബാക്കിയുണ്ടെ പുള്ളി കണ്ടുപിടിച്ചു തരും നിൻ്റെ അച്ഛൻ ഏതാണെന്ന് അറിയാമെങ്കിൽ പറ, ഏതാ എൻ്റെ അച്ഛൻ. അച്ഛനില്ലാത്ത മക്കളുടെ അച്ഛനെ തേടിയുള്ള പ്രയാണം ഞങ്ങൾ ഒരുമിച്ച് ആരംഭിക്കുകയാണ്. എ ഫുൾ ബ്രേക്ക്. ഏതായാലും ഈ മത്സരത്തിൽ തോറ്റതിന്റെ സങ്കടം എന്റെ മുഖത്തില്ല, ജയിച്ചതിന്റെ സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്തുമില്ല. എന്താണ് താങ്കളുടെ മുഖത്തിൽ പാപമില്ലാത്തത്? സാറേ, ഞാൻ എങ്ങനെ സന്തോഷിക്കും സാറേ? പറയൂ. ഒരു മോൻ നിൽക്കുന്നുണ്ടോ? എന്ത് ചോദിച്ചാലും എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, മടിയാന്നല്ലാതെ വേറൊന്നും ഇവൻ പറയുന്നില്ലല്ലോ. സാറ് വലിയ ബുദ്ധിയുള്ള ആളല്ലേ, എന്തെങ്കിലും ഒരു വഴി ഉപയോഗിച്ചു എൻ്റെ മടി മാറാനൊരു വഴി പറഞ്ഞതാ. എനിക്ക് കിട്ടിയ 100 പവൻ സ്വർണ്ണം സാറിന് തന്നേക്കാം. ചില കുട്ടികളുടെ മടി മാറാൻ വേണ്ടി കായികപരമായ വിനോദങ്ങളിലേക്ക് കടത്തിവിടുന്നത് വളരെ നല്ലതാണ്. കളരി, ജൂഡോ, കരാട്ടെ, ഫുട്ബോൾ, വോളിബോൾ എന്തെങ്കിലും മേഖലകളിലേക്ക് കയറ്റിവിടുകയാണെങ്കിൽ മകന്റെ മടി മാറാൻ സാധ്യത കൂടുതലാണ്. ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടിൽ കൊണ്ട് നിർത്തിയത് ഇവൻ കളിച്ചില്ല. എന്താ മോനെ കളിക്കാത്തത്? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. പൈങ്കിളി മാസികൾ എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ വായിച്ച് ഇക്ലി വരാൻ സാധ്യത കൂടുതലാണ്. അതൊക്കെ മേടിച്ച് വായിച്ച് ഞാൻ ക്ഷീണിച്ചതല്ലാതെ ഇവൻ വായിച്ചില്ല. എന്താ മോനെ വായിക്കാത്തത്? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. സാറേ, സാറിനറിയാവോ, ഞാനിവൻ്റെ അച്ഛനല്ലേ. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തല്ലി സാറേ. തല്ലിയ നന്നാവാത്ത പിള്ളേരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. കുട്ടികളെ ഒരിക്കലും നമ്മൾ തല്ലരുത്. അങ്ങനല്ല സാറേ, നന്നാവാൻ വേണ്ടി തല്ലുന്നത്. കുട്ടികൾ വീടിന്റെ വിളക്കാണെന്ന് കരുതി മണ്ണെണ്ണൊഴിച്ച് തിരിയിട്ട് കത്തിക്കുകയും ചെയ്യരുത് സാറേ. നന്നാവാൻ വേണ്ടി തല്ലുന്നതാ. നമ്മളായിട്ട് തല്ലേ ചെയ്യരുത്. പിന്നെ കൊട്ടേഷൻ 2000-ഓ 3000-ഓ രൂപ ഉള്ള അവരൊന്ന് മാന്യമായി തല്ലിട്ടിട്ട് പോയിക്കോ. അയ്യോ, മട്ടാഞ്ചേരിയിലുള്ള പിള്ളേർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് അവർ തല്ലുന്ന പോലെ ഇവൻ തല്ലാത്തത്. എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. ഇനിയിപ്പോ ഇവന്റെ മടി മാറാൻ ഒറ്റ ഉപായമേ ഞാൻ കാണുന്നുള്ള, ഒരു മകനെ മുമ്പിൽ നിർത്തി അച്ഛനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാനും പാടില്ലെങ്കിലും പറഞ്ഞു പോവുകയാണ്, എവിടെയെങ്കിലും നല്ലൊരു പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിപ്പിച്ച് വിടുക. ഇവൻ കഴിക്കത്തില്ല സാർ. അയ്യോ, അപ്പോ ഞാൻ എന്നെ ഈ കേക്കത്തെ, അയ്യോ എനിക്ക് വയ്യ. അച്ഛനോടൊരു വാക്ക് പറഞ്ഞ അച്ഛൻ എന്റെ കല്യാണം നടത്തി തരികയില്ലായിരുന്നോ? വളരെ സന്തോഷമായി പറയുന്നില്ലേ അത്? സാറേ, നന്ദിയുണ്ട് സാറേ, നന്ദിയുണ്ട്. മോൻ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? കല്യാണം കഴിപ്പിക്കുന്നൊക്കെ കൊള്ളാൻ 2 പിള്ളേരുള്ളത് അള്ള മതി. അതെന്നാ? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ.